ഇടക്കാല ജാമ്യം നീട്ടണമെന്നാവശ്യപ്പെട്ട് അരവിന്ദ് കെജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിച്ചു. 7 ദിവസത്തേക്ക് ജാമ്യം നീട്ടണമെന്നാണ് ആവശ്യം. സിബി ജോസഫ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സിബി, നിലവിൽ ജൂൺ 1 വരെയാണ് സുപ്രീം കോടതി കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചിരുന്നത്. അത് 7 ദിവസത്തേക്ക് കൂടി നീട്ടണമെന്നാവശ്യപ്പെട്ടാണ് കെജ്രിവാൾ ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. എന്താണ് ഇതിന് കാരണമായി പറയുന്നത്? ഇതിന് കാരണമായി പ്രധാനമായി ചൂണ്ടിക്കാട്ടുന്ന ചില ആരോഗ്യപരമായ കാരണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാകാൻ വേണ്ടി 7 ദിവസത്തേക്ക് കൂടി ഇടക്കാല ജാമ്യം നീട്ടി നൽകണമെന്നൊരു ആവശ്യമാണ് സുപ്രീം കോടതി നൽകിയ അപേക്ഷയിൽ അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും ഈ 1-ാം തീയതിയാണ് സുപ്രീം കോടതി നൽകിയിരിക്കുന്ന ഇടക്കാല ജാമ്യ കാലാവധി അവസാനിക്കുന്നത്. 1-ാം തീയതിക്ക് ശേഷം 2-ാം തീയതി തിരികെ തിഹാർ ജയിലിലേക്ക് അരവിന്ദ് കെജ്രിവാളിന് പോവുകയും വേണം. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ 7 ദിവസം കൂടി ഇടക്കാല ജാമ്യം നീട്ടി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കെജ്രിവാൾ ഇപ്പോൾ സുപ്രീം കോടതിയിൽ പുതിയ അപേക്ഷ നൽകിയിരുന്നത്. അതായത് സുപ്രീം കോടതി ഇത് വീണ്ടും പരിഗണിക്കുകയും ചെയ്യും. നമുക്കറിയാം, ഈ 21 ദിവസമായിരുന്നു അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം സുപ്രീം കോടതി ഈ മാസം 10-ാം തീയതി നൽകിയത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനും മറ്റുമായിട്ടായിരുന്നു അദ്ദേഹത്തിന് ഇത്തരത്തിലൊരു ഇടക്കാല ജാമ്യം സുപ്രീം കോടതി ഡിവിഷൻ ബെഞ്ച് നൽകിയത്. അന്ന് ആ ജാമ്യത്തെ വളരെ വലിയ രീതിയിൽ കേന്ദ്ര സർക്കാരും EDയും എല്ലാം തന്നെയും എതിർക്കുന്ന ഒരു ഘട്ടം കൂടി ഉണ്ടായി. മാത്രമല്ല, അമിത്ഷാ അടക്കം ഇത്തരത്തിലൊരു ജാമ്യം നൽകിയത് ഒരു തെറ്റായ ആശയത്തിന് കാരണമാകുന്നില്ലെന്നെയും ആകുമെന്ന് അദ്ദേഹം പരസ്യമായി പ്രസംഗിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ സുപ്രീം കോടതി വ്യക്തമാക്കിയത് ഇത് ഒരു ഏകപക്ഷീയമായ തീരുമാനമല്ല, കെജ്രിവാളിന് പ്രത്യേകമായ പരിഗണന നൽകിയിട്ടില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്തു. അതേസമയം തന്നെ ഇദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുമ്പോഴും ഇദ്ദേഹം ഈ കേസിനെ കുറിച്ച്, അല്ലെങ്കിൽ ദില്ലി മദ്യനയ കേസിനെ കുറിച്ചോ EDയുടെ ഈ അന്വേഷണത്തെക്കുറിച്ച് ഒന്നും തന്നെ പരാമർശിക്കുന്നതെന്നെല്ലാം തന്നെയും ഇത്തരത്തിൽ EDയും കേന്ദ്ര സർക്കാരും ആവശ്യപ്പെട്ടിരുന്നു. അതും സുപ്രീം കോടതി തള്ളുകയും ചെയ്തിരുന്നു. വളരെ വലിയൊരു തിരിച്ചടിയായിരുന്നു കെജ്രിവാളിന് ജാമ്യം ലഭിച്ചപ്പോൾ BJPക്കും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനും EDക്കെല്ലാം തന്നെ ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ അദ്ദേഹം വീണ്ടും ഈ 1-ാം തീയതിക്ക് ശേഷം 7 ദിവസം കൂടി കൂടുതൽ ജാമ്യ കാലാവധി നീട്ടി ചോദിച്ചിരിക്കുകയാണ്. ഈ ജൂൺ 1-ന് പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ ഒരു യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. കാരണം ജൂൺ 1-ാം തീയതിയാണ് അവസാന ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയാകുന്നത്. അന്ന് തന്നെ പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ പ്രതിപക്ഷ സഖ്യത്തിൻ്റെ 28ഓളം പാർട്ടികളുടെ യോഗവും സംയുക്ത യോഗവും വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഈ ജൂൺ 2-ന് ഇത്തരത്തിൽ തിരികെ ജയിലിലേക്ക് കെജ്രിവാളിന് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കെജ്രിവാൾ ഉൾപ്പെടെ ഇന്ത്യ പ്രതിപക്ഷ സഖ്യത്തിലെ പ്രധാനപ്പെട്ട നേതാവായ കെജ്രിവാൾ ഉൾപ്പെടെ ആ യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ജൂൺ 1-ന് പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ യോഗം വിളിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഒരു ഇടക്കാല ജാമ്യം നീട്ടാൻ വേണ്ടി മറ്റൊരു അപേക്ഷ കൂടി നൽകിയിട്ടുണ്ട്. ഇനി സുപ്രീം കോടതിയാണ് ഈ കാര്യത്തിലൊരു അന്തിമ തീരുമാനമെടുക്കേണ്ടത്. ആര്യ. ശരി, സിബി ജോസഫാണ് വിവരങ്ങൾ നൽകിയത്.